നെക്സ്റ്റ് എക്സാമ്പിൾ 3.7 നോക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഡിജിറ്റ് നമ്പർ എത്രയുണ്ട് എന്നുള്ളത് കാണണം. സോ അത് കാണാൻ വേണ്ടി 2 ഡിജിറ്റ് നമ്പറാണ്, 2 സംഖ്യകൾ വരുന്നത്. സോ ആദ്യം ഏതാന്നുള്ളത് നമുക്ക് അറിയായിരിക്കും അല്ലേ. ആദ്യം ഒരു AP ഫോം ചെയ്യുക. 2 ഡിജിറ്റ് നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു AP നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ 1 2 3 എടുത്താൽ തന്നെ മനസ്സിലാവും ആദ്യത്തെ നമ്പർ 12 ആണെന്ന്. 9 കഴിഞ്ഞാൽ പിന്നെ 12 ആണല്ലോ ഉള്ളത്. ഇനി 12 കഴിഞ്ഞാൽ പിന്നെ 15 ആണുള്ളത്, പിന്നെ 18 ആണുള്ളത്. പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ വരിക നമുക്ക് അറിയാം 99 ആണ് വരിക. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അത് കഴിഞ്ഞാൽ പിന്നെ 3 ഡിജിറ്റ് ആവുള്ളൂ. 100 മുതൽ 3 ഡിജിറ്റ് ആവും. സോ 99 ആണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു AP ആദ്യം ഫോം ചെയ്യുക. 12 15 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന 2 ഡിജിറ്റ് രണ്ടക്ക സംഖ്യകളുടെ ഒരു AP, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആദ്യം ഫോം ചെയ്യുക. 12 15 18 19 അങ്ങനെ പോയി 99-ലെത്തും. ഇതിനിടയ്ക്ക് എത്ര 12 മുതൽ 99 വരെ എത്ര 12ഉം 99ഉം ഉൾപ്പെടെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നമുക്ക് A എന്ന് പറയുന്നത്, അതായത് A1, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് 12 ആണ്. ഇനി നമ്മൾ D കാണണം, കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണാൻ A2 മൈനസ് A1 ആണ്, അതായത് ഇവിടെ 15 മൈനസ് 12. സോ നമുക്ക് 15 മൈനസ് 12 ചെയ്യുമ്പോൾ D കോമൺ ഡിഫറൻസ് 3 കിട്ടും. അതിനുശേഷം നമുക്കിവിടെ AN ലാസ്റ്റ് നമ്പർ തന്നിട്ടുണ്ട്, ലാസ്റ്റ് ഐറ്റം ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ലാസ്റ്റ് ഐറ്റം 99 തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഫോർമുല വെച്ചുകൊണ്ട് കാണാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് AN ഈസ് ഈക്വൽ ടു A പ്ലസ് N മൈനസ് 1 ഇൻറ്റു D ആണ്. സോ ഇവിടെ AN 99 ആണ്. സോ 99 ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നത് 12 ആണ്. 12 പ്ലസ് N മൈനസ് N നമുക്ക് അറിയില്ല, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. N മൈനസ് 1 ഇൻറ്റു D, കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടിയത് 3 ആണ്. സോ 99 ഈസ് ഈക്വൽ ടു 12 പ്ലസ് N മൈനസ് 1 ഇൻറ്റു 3. സോ ഈ ഒരു ഫോർമുല സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ട്, 2 ഡിജിറ്റ് നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈക്വൽ ടു അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും? 99 മൈനസ് 12, 99 മൈനസ് 12 ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 87 അല്ലേ. 87 99 മൈനസ് 12 87. സോ 87 ഡിവൈഡഡ് ബൈ N മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ N മൈനസ് 1 ഈസ് ഈക്വൽ ടു 87 ഡിവൈഡഡ് ബൈ 3. 3 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആയിരുന്നു. സോ നമ്മൾ N മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ ആവും. സോ ഇൻറ്റു പോയിട്ട് ഡിവൈഡഡ് ബൈ ആവും. സോ N മൈനസ് 1 ഈസ് ഈക്വൽ ടു 87 ഡിവൈഡഡ് ബൈ 3. അതായത് ഈക്വൽ ടു അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും? മൈനസ് ആവും. സോ 99 മൈനസ് 12 87 ആണ് കിട്ടുക. N മൈനസ് 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ ഇൻറ്റു ഡിവൈഡഡ് ബൈ ആവും. സോ N മൈനസ് 1 ഈസ് ഈക്വൽ ടു 87 ഡിവൈഡഡ് ബൈ 3. സോ N മൈനസ് 1 ഈസ് ഈക്വൽ ടു 87 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 29 ആണ് വരിക. സോ N മൈനസ് 1 ഈസ് ഈക്വൽ ടു 29 കിട്ടും. സോ N ഈസ് ഈക്വൽ ടു 29 പ്ലസ് 87 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 29 കിട്ടും. സോ N മൈനസ് 1 87 ഡിവൈഡ് ബൈ 3 29 കിട്ടും. സോ N കാണാൻ ഇനി എന്താ ചെയ്യുക? N ഈസ് ഈക്വൽ ടു 29 പ്ലസ് 1 30. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. 2 ഡിജിറ്റ് നമ്പേഴ്സ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉള്ളത് എത്രയാണ്? 30 നമ്പേഴ്സ് ആണ് ഉള്ളത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 30 ഐറ്റംസ് 30 നമ്പേഴ്സ് 30 നമ്പേഴ്സ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം കേട്ടോ.
ഇനി നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് 3.8 ആ പ്രോബ്ലം നോക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ 11th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ടുവാർഡ്സ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ AP. അതായത് ഒരു AP തന്നിട്ടുണ്ട്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്. അതിൽ ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ആദ്യത്തെ ഐറ്റം 10 ആണ്, രണ്ടാമത്തെ ഐറ്റം 7 ആണ്, മൂന്നാമത്തെ ഐറ്റം 4 ആണ്. അങ്ങനെ ലാസ്റ്റത്തെ ഐറ്റം തന്നിട്ടുണ്ട് അവർ -62 -62 ആണ് ലാസ്റ്റത്തെ ഐറ്റം. ലാസ്റ്റിൽ നിന്ന് മുൻപോട്ട് വരുന്ന സമയത്ത് 11th ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റിൽ നിന്ന് മുന്നോട്ട് വരുന്ന സമയത്തുള്ള 11th ടേം ഏതാണ് 11th ഐറ്റം എന്നുള്ളത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് കാണണമെങ്കിൽ നമുക്ക് ആദ്യം 10 7 4 അങ്ങനെ പോയി ലാസ്റ്റ് -62 ആണ്. ഇതിനിടയ്ക്ക് എത്ര ഐറ്റംസ് ഉണ്ട്, ടോട്ടൽ എത്ര ഐറ്റംസ് ഉണ്ട് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എന്നുള്ളത് ആദ്യം കാണണം. അതിനുശേഷം മാത്രമല്ലേ നമുക്ക് 11th ഐറ്റം കാണാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് 11th ടേം ഏതാണെന്ന് നോക്കണമെങ്കിൽ അത് എത്രാമത്തെ ടേം ആണ്, ഫ്രണ്ടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് എത്രാമത്തെ ടേം ആണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആദ്യം ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ടോട്ടൽ എത്ര ഐറ്റം ഉണ്ടെന്ന് ആദ്യം അറിയണം. സോ നമ്മൾ നമ്മുടെ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുക. ലാസ്റ്റ് ഐറ്റത്തിന് നമ്മൾ എന്താണ് സ്മോൾ ലെറ്റർ L ആണ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു. സോ L ഈസ് ഈക്വൽ ടു A + n - 1 × D അതാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഇതിൽ A എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് 10 ആണ്. D കാണാൻ A2 - A1 ആണ്, അതായത് 7 - 10. 7 - 10 ചെയ്യുമ്പോൾ നമുക്ക് D കിട്ടുക -3 ആണ്. 7 - 10 -3. ലാസ്റ്റ് ഐറ്റം അതായത് സ്മോൾ ലെറ്റർ L എന്ന് പറയുന്നത് -62 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ലാസ്റ്റ് ഐറ്റം -62, L ഈസ് ഈക്വൽ ടു A + n - 1 × D അതാണ് ഫോർമുല. സോ -62 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഐറ്റം 10 ആണ്, 10 + n നമുക്ക് അറിയില്ല എത്ര, ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ n അറിയില്ല, n - 1 × D നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 7 - 10 -3 എന്ന്. സോ -3. സോ ഇങ്ങനെയാണ് ഫോർമുലയിലോട്ട് നമ്മൾ സംഖ്യ ഇട്ട് കൊടുക്കേണ്ടത്. -62 ഈസ് ഈക്വൽ ടു 10 + n - 1 × -3. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? -62 ഈസ് ഈക്വൽ ടു 10. അപ്പം അങ്ങോട്ട് പോകുന്ന സമയത്ത് -62 - 10 -62 - 10 ആവും. സോ -62 - 10 എത്രയാണ് വരിക? -72 വരും അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കുക. -62 - 10 -72 വരും. ഈക്വൽ ടു അങ്ങോട്ട് പോകുന്ന സമയത്ത് -62 - 10 ആവും. സോ -72 കിട്ടും. സോ -72 ഈസ് ഈക്വൽ ടു n - 1 × -3. n - 1 × -3. ഇനി n - 1 ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്താവും? -72 ഡിവൈഡഡ് ബൈ, ഇൻറ്റു പോയിട്ട് ഡിവൈഡഡ് ബൈ ആവും. സോ n - 1 ഈസ് ഈക്വൽ ടു -72 ഡിവൈഡഡ് ബൈ -3. സോ -72 ഡിവൈഡഡ് ബൈ -3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 24 ആണ് കിട്ടുക, 24 ആണ് കിട്ടുക. സോ n - 1 ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഈസി ആയിട്ട് n കാണാം. n ഈസ് ഈക്വൽ ടു 24 + 1 25 അങ്ങനെയാണ് കാണേണ്ടത്. സോ നമുക്ക് മൊത്തം ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത്, അതായത് 10 7 4 അങ്ങനെ പോയി ലാസ്റ്റ് -62 വരെയുള്ള ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് മൊത്തം 25 ഐറ്റം ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കിട്ടി. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ കാണേണ്ടത് 25-ൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് വരുന്ന സമയത്ത് 11th ടേം ഏതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ കാണാം. 25 ഇങ്ങോട്ട് വരുമ്പോൾ 25 24 23 22 20 19 18 അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് 11th ടേം എന്ന് പറയുമ്പോൾ 15-ാമത്തെ ഐറ്റം ആയിരിക്കും. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ നമുക്ക് A15 15-ാമത്തെ ഐറ്റമാണ് കാണേണ്ടത്. സോ A15 കാണാൻ എന്താണ് ചെയ്യുക? നമ്മൾ A + n - 1 × D ആണ് ചെയ്യേണ്ടത്. സോ A15 ഈസ് ഈക്വൽ ടു 10 ആണ് ഫസ്റ്റത്തെ ഐറ്റം, 10 + n - 1. n നമ്മൾ 25 ആണ് ടോട്ടൽ നമ്പേഴ്സ് ഉള്ളത്. പക്ഷെ നമുക്ക് 11th ലാസ്റ്റ് 25-ൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് 11th ഐറ്റം ആണ് കാണേണ്ടത്. സോ 11th ഐറ്റം എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഏതായിരിക്കും? 15th ഐറ്റം ആയിരിക്കും. സോ 15th ഐറ്റം കാണാൻ നമ്മൾ 15 - 1 ആണ് ചെയ്യേണ്ടത്. സോ A15 ഈസ് ഈക്വൽ ടു 10 + 15 - 1 × D. D എന്ന് പറയുന്നത് -3 ആണ്. സോ 10 + 15 - 3 × -3
ഇത് ചെയ്യുമ്പോൾ 15 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ് 14 ഇൻറ്റു -3 ചെയ്യുമ്പോൾ 14 ഇൻറ്റു -3 ചെയ്യുമ്പോൾ നമുക്ക് -42 ആണ് കിട്ടുക. സോ 10 മൈനസ് 42, 15 മൈനസ് 1 14 കിട്ടും. 14 ഇൻറ്റു -3 -42 കിട്ടും. സോ 10 മൈനസ് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. സോ 10 മൈനസ് 42, 10 മൈനസ് 42 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -32 ആണ് കിട്ടുക. സോ 11th ഐറ്റം എന്ന് പറയുന്നത് ലാസ്റ്റിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ 11th ഐറ്റം എന്ന് പറയുന്നത് -32 ആയിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ അത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കുക. 3.9 പറയുന്നത് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് 1000 തന്നിട്ടുണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓരോ ഇയറിൻ്റെയും എൻഡിൽ എത്ര ഇൻട്രസ്റ്റ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിനുശേഷം 30 വർഷം കഴിയുമ്പോൾ 30ാമത്തെ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ ടോട്ടൽ എത്രയാണ് കിട്ടുക എന്നുള്ളത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. P × R × T / 100. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്, ഇൻറ്റു R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇൻറ്റു T എന്ന് പറയുന്നത് ടൈം ആണ്. സോ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നുള്ളത് ആദ്യം കാണുക. P × R × T / 100 ആണ് ചെയ്യേണ്ടത്. P എന്ന് പറയുന്നത് ഇവിടെ 1000 ആണ്. ടെക്സ്റ്റിനകത്ത് തെറ്റി 100 തന്നിട്ടുണ്ട്, 1000 ആണ്. സോ 1000 ഇൻറ്റു 8 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 80 കിട്ടും. അതേപോലെ സെക്കൻഡ് ഇയറിൻ്റെ രണ്ടാമത്തെ വർഷത്തിൻ്റെ എൻഡ് ആകുമ്പോൾ എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണാം. സോ സെയിം തന്നെയാണ്, 1000 ഇൻറ്റു 8 ഇൻറ്റു പെർസെൻറ്റേജ് 8 ഇൻറ്റു, പക്ഷെ വർഷം മാത്രം ഇവിടെ രണ്ടാമത്തെ വർഷത്തിൻ്റെ എൻഡാണ് കാണേണ്ടത്. സോ 1000 ഇൻറ്റു 8 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 160 കിട്ടും. അതേപോലെ മൂന്നാമത്തെ വർഷത്തിൻ്റെയും ചെയ്യാം. മൂന്നാമത്തെ വർഷത്തിൻ്റെ ചെയ്യുമ്പോൾ 1000 ഇൻറ്റു 8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. അപ്പോൾ 240 കിട്ടും. ഇപ്പോൾ 3 ടേം കിട്ടിയപ്പോൾ തന്നെ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യാം. 80, 160, 240. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് A1 എന്ന് പറയുന്നത് 80 ആണ്. അതായത് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 80 ആണ്. സോ സെക്കൻഡും തേർഡും ടേം ഉള്ളതുകൊണ്ട് നമുക്ക് D കോമൺ ഡിഫറൻസ് ഈസി ആയിട്ട് കാണാം. കോമൺ ഡിഫറൻസ് കാണാൻ A2 - A1 ആണ്. സോ 160 - 80 ആണ് D കിട്ടുക. സോ നമുക്ക് ഫസ്റ്റ് ഐറ്റം 80 കിട്ടി, D കോമൺ ഡിഫറൻസ് 80 കിട്ടി. ഇനി 30 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും ഇൻട്രസ്റ്റ് എന്നുള്ളത് ഈസി ആയിട്ട് കാണാം. കാരണം A30 ആണ് നമുക്ക് കാണേണ്ടത്. A30 കാണാൻ നമ്മൾ എന്താ ചെയ്യുക? A കാണാൻ A + n - 1 × D ആണ്. സോ A30 ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നത് 80 ആണ്. സോ 80 പ്ലസ് n - 1. n - 1 എന്ന് പറയുമ്പോൾ 30 ആണ് n. 30 - 1 29 അല്ലേ കിട്ടുക. 30 - 1 ഇൻറ്റു D 80 തന്നെയാണ്. സോ 29 ഇൻറ്റു 80 ചെയ്യുമ്പോൾ നമുക്ക് 2320 കിട്ടും അല്ലേ. പ്ലസ് 80 പ്ലസ് 29 ഇൻറ്റു 80, അതായത് 29 ഇൻറ്റു 80 ചെയ്യുമ്പോൾ നമുക്ക് 2320 കിട്ടും. പ്ലസ് 80 ചെയ്യുമ്പോൾ നമുക്ക് 2400 കിട്ടും. അപ്പോൾ 30 വർഷം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2400 ആയിരിക്കും. ഇങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഈസിയാണത്, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക.